എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും നമസ്കാരം. ഇന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ വിവിധ തരത്തിലുള്ള എറേഴ്സ് നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടാകാറുണ്ട്. അതിലൊരു വിഭാഗം ലോജിക്കൽ എറേഴ്സ് എന്നറിയപ്പെടുന്നു, മറ്റൊരു വിഭാഗം സിൻടാക്സ് എറേഴ്സാണ്, മൂന്നാമത്തെ വിഭാഗം റൺ ടൈം എററുകൾ അല്ലെങ്കിൽ എക്സെപ്ഷൻസ് ആണ്. നമ്മുടെ പ്രോഗ്രാമിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടാകുന്ന മെത്തേഡുകളിലെ എറേഴ്സ്, അത്തരത്തിലുള്ള എറേഴ്സിനെയാണ് നമ്മൾ ലോജിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പ്ലസ് ഓപ്പറേഷൻ നടത്തേണ്ട സമയത്ത് ഒരു മൈനസ് ഓപ്പറേഷൻ നടത്തിയെന്ന് വെക്കുക. അപ്പോൾ പ്രോഗ്രാം ഔട്ട്പുട്ട് ഉണ്ടാക്കും എങ്കിൽ തന്നെയും നമ്മളുടെ ഉത്തരം കൃത്യമായിരിക്കില്ല. അപ്പോൾ ഇത്തരം എറേഴ്സുകളാണ് ലോജിക്കൽ എറേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇത് പ്രോഗ്രാമർ തന്നെ എഫർട്ട് എടുത്ത് അയാൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിൽ നിന്ന് ഇത്തരത്തിലുള്ള എറേഴ്സിനെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രോഗ്രാം കൃത്യമായിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുകയുള്ളൂ. രണ്ടാമത്തെ തരത്തിലുള്ള എറേഴ്സിനെ സിൻടാക്സ് എറേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൻ്റെ ഗ്രാമറിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മുടെ പ്രോഗ്രാമിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള എറേഴ്സാണ്. ഇത് പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എറേഴ്സുകൾ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കമ്പൈലർ ഉപയോഗിക്കുകയോ ഇൻ്റർപ്രറ്റർ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ഡീബഗ് ചെയ്യുമ്പോൾ ഇത്തരം സിൻടാക്സ് എറേഴ്സ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും. മൂന്നാമത്തെ തരത്തിലുള്ള എറേഴ്സാണ് റൺ ടൈം എറേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പ്രോഗ്രാമുകൾ റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള എറേഴ്സാണ്. ഇവിടെ നമുക്ക് ഒരു പ്രഡിക്ഷൻ നേരത്തെ നടത്താൻ സാധ്യമല്ല. അതായത് നമ്മുടെ പ്രോഗ്രാം വിവിധ രീതിയിൽ ബിഹേവ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് അതുണ്ടാക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഹാങ്ങായി നിൽക്കുകയോ ചെയ്യാനായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. ഇങ്ങനെ ഒരു പ്രത്യേക അവസരത്തിൽ നമ്മളുടെ പ്രോഗ്രാം അൺയൂഷ്വലായിട്ട് ബിഹേവ് ചെയ്യുകയും റൺ ടൈമിൽ അത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫ്ലോയെ തടയുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള എറേഴ്സിനെ നമ്മൾ എക്സെപ്ഷൻസ് എന്നായിരിക്കും പറയുന്നത്. സാധാരണയായി എക്സെപ്ഷൻസ് രണ്ട് രീതിയിലാണുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് സിങ്ക്രണസ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നു, രണ്ടാമത്തത് അസിങ്ക്രണസ്. അതിലെ ഒന്നാമത്തെ വിഭാഗം നിങ്ങൾ ഡിവിഷൻ ബൈ സീറോയോ അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിട്ടുള്ളൊരു ഇൻപുട്ട് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂ ഇൻപുട്ട് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഒരു ക്യാരക്ടർ ഇൻപുട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു അറേയുടെ എലിമെൻറ്റ്സ് ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന സൈസിനേക്കാൾ അധികമായിട്ടുള്ള ഒരു സൈസ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് പ്രോഗ്രാം എക്സെപ്ഷൻസ് കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രാം ഹാങ് ചെയ്ത് പോകാറുണ്ട്. ഇനി അസിങ്ക്രണസ് ടൈപ്പിലുണ്ട്. അത് നമ്മുടെ കൺട്രോളിൽ വരുന്നതല്ല, അത് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കീബോർഡ് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇൻട്രപ്റ്റ് ഉണ്ടാക്കി, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിന് ഡയറക്റ്റായിട്ട് നമ്മളുടെ IO ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആകാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ അത് നമ്മുടെ ബിയോണ്ട് കൺട്രോളാണ്. എന്നാൽ ആദ്യത്തെ ടൈപ്പിലുള്ള സിങ്ക്രണസ് ടൈപ്പ് എക്സെപ്ഷൻസ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് യൂസറിന് പ്രത്യേക തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകി ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റിയും അതേപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള വർക്കിങ്ങും നമുക്ക് വളരെ അധികം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഏത് രീതിയിലായിരിക്കും നമ്മൾ എക്സെപ്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്? വിവിധ തരത്തിലുള്ള ലാംഗ്വേജുകൾ പല തരത്തിലുള്ള എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്. C++ ലാംഗ്വേജ് ഈ താഴെ വിവരിച്ചിരിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നു. ട്രൈ, ക്യാച്ച്, ത്രോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് സാധാരണയായിട്ട് എക്സെപ്ഷൻസ് ഹാൻഡ്ലിങ്ങിന് ഉപയോഗിക്കാറുള്ളത്. ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ മൾട്ടിപ്പിൾ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റുകളും അതേപോലെ തന്നെ ക്യാച്ച് ഓൾ സ്റ്റേറ്റ്മെൻറ്റുകളും റീത്രോ
സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് എക്സെപ്ഷൻസിനെ വേണ്ട വിധത്തിൽ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഈ ട്രൈ ക്യാച്ച് ത്രോ സ്റ്റേറ്റ്മെൻറ്റ് ഏത് രീതിയിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ്. സാധാരണയായി ഇതൊരു കീവേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ട്രൈ സ്റ്റേറ്റ്മെൻറ്റുകളും ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ പറയുന്നത്. ഇത് ബ്ലോക്ക് ആയിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ട്രൈ എന്ന് പറയുന്ന കീവേഡിനുള്ളിൽ നമ്മൾ ഓപ്പണിംഗ് ബ്രേസിനും ക്ലോസിംഗ് ബ്രേസിനും ഇടയ്ക്ക് വരുന്ന കാര്യങ്ങളെ നമ്മൾ ട്രൈ ബ്ലോക്ക് എന്നായിരിക്കും പറയുന്നത്. അതിനുശേഷം നമുക്ക് എക്സെപ്ഷൻസ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം. ആ മൂവ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതി ഒരു ക്യാച്ച് ബ്ലോക്കും ഡിസൈൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇത് ഏകദേശം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്ന ആൾക്കാർക്ക് സ്വിച്ച് എന്ന് പറയുന്ന മൾട്ടിവേ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് ഒരു ധാരണ കാണും. അപ്പോൾ ഏകദേശം ആ സ്വിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിൽ സ്വിച്ചിൽ നിന്ന് ഒരു എക്സ്പ്രഷൻസ് വാല്യൂ നോക്കി ഡിഫറൻറ്റ് ബ്ലോക്കുകളിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നതിന് സമാനമായിട്ടായിരിക്കും ഈ ട്രൈ ക്യാച്ച് ത്രോ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങിനാണ് ഏത് സ്ഥലത്താണോ നമുക്ക് എറർ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റുകളുടെ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ നമ്മളൊരു ട്രൈ ബ്ലോക്കിന് ഉള്ളിലാക്കുന്നു. ഇനി എങ്ങനെയായിരിക്കും ട്രൈ ബ്ലോക്കിനുള്ളിലാക്കുന്നത്? ട്രൈ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് ഒരു ഓപ്പണിംഗ് ബ്രേസിൻ്റെയും ക്ലോസിംഗ് ബ്രേസിൻ്റെയും ഇടയ്ക്ക് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു ട്രൈ ബ്ലോക്ക് എന്ന് വിളിക്കുന്നു. അതിനുശേഷം നമ്മളൊരു ക്യാച്ച് ബ്ലോക്ക് എഴുതി വെക്കുകയാണ്. അപ്പോൾ എക്സെപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു എക്സെപ്ഷൻ ഒബ്ജക്റ്റ് ത്രോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് അവിടുന്ന് നമ്മളുടെ കൺട്രോളിനെ ഒരു ക്യാച്ച് ബ്ലോക്കിലേക്ക് മാറ്റുകയും ആ ക്യാച്ച് ബ്ലോക്കിൽ ആവശ്യമുള്ള തരത്തിലുള്ള ഓപ്പറേഷൻസ് അല്ലെങ്കിൽ യൂസറിന് ആവശ്യമുള്ള തരത്തിലുള്ള മെസ്സേജസ് ആയിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ടായി എന്നുള്ളത് യൂസറിനെ അറിയിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻസ് നമുക്കവിടെ ചെയ്യുവാനായിട്ടോ സാധിക്കുന്നു. ഇതിൻ്റെ സിൻറ്റാക്സ് ഞാൻ നേരത്തെ വിവരിച്ച പ്രകാരമാണ് ട്രൈ ബ്ലോക്ക് ഓപ്പണിംഗ് ബ്രേസിൻ്റെയും ക്ലോസിംഗ് ബ്രേസിൻ്റെ ഇടയ്ക്ക് എഴുതിയിരിക്കുന്നു. അതിനുള്ളിലായിരിക്കും നമ്മൾ എക്സെപ്ഷൻസ് ഉണ്ടാകുമ്പോൾ അൺവാണ്ടഡ് കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ അതിനെ ത്രോ ചെയ്യുന്നത്. ഇനി അത് കൂടാതെ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആർഗ്യുമെൻറ്റ്സ് കൂടി നമുക്ക് അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്യാച്ച് ബ്ലോക്കിലേക്ക് വിടാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇങ്ങനെ ത്രോ ചെയ്യുമ്പോഴുള്ള എക്സെപ്ഷനിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പ് നമുക്കൊരു ക്യാച്ച് ബ്ലോക്കിലുള്ള ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പുമായിട്ട് മാച്ചായി വരികയാണെന്നുണ്ടെങ്കിൽ ആ ക്യാച്ച് ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ ഈ സാമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടി ഞാനിവിടെ വിവരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിലുള്ള വാല്യൂസ് റീഡ് ചെയ്യുന്നു. അത് ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി എന്ന് പറയുകയാണ്. എക്സ് നോട്ട് ഈക്വൽ ടു 0, എക്സിൻ്റെ വാല്യൂ 0 അല്ലെന്നുണ്ടെങ്കിൽ എ ബൈ എക്സ് കാണുകയാണ്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ എക്സ് അല്ലെങ്കിൽ ഡിവിഷൻ ബൈ 0 അവിടെ ആക്റ്റീവ് ആകും. ഡിവിഷൻ ബൈ 0 നിങ്ങൾക്കറിയാം അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതൊരു എറർ കണ്ടീഷനാണ്. ഈ എറർ കണ്ടീഷനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മളവിടെ ഒരു ത്രോ സ്റ്റേറ്റ്മെൻറ്റ് വിളിക്കുകയാണ്. ത്രോ എക്സിൻ്റെ വാല്യൂ നമ്മൾ ത്രോ ചെയ്യുന്നു. ഇങ്ങനെ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ അവസരത്തിൽ നമ്മുടെ കൺട്രോള് അവിടെ നിന്ന് നേരിട്ട് ജമ്പ് ചെയ്ത് ഈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് ട്രൈ ബ്ലോക്കിന് ശേഷമുള്ള ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുന്നു. അവിടെ ഉള്ള ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ ആയിട്ടത് ചെക്ക് ചെയ്യാണ്. ഇവിടെ എക്സ് ഇൻ്റായിട്ടാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ക്യാച്ച് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഒരു എക്സെപ്ഷൻ ഉണ്ടായി എന്നുള്ളൊരു മെസ്സേജ് യൂസറിനെ അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ എക്സെപ്ഷൻ ഉണ്ടായില്ലെങ്കിൽ നോർമലായിട്ട് ഈ ക്യാച്ചുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. ക്യാച്ച് ബ്ലോക്കിന് ശേഷം നമ്മൾ എഴുതിയിരിക്കുന്ന നോർമൽ സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും.
ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതാൻ പറ്റും. അതായത് പലതരത്തിലുള്ള, നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഏത് തരത്തിലുള്ള വേരിയബിൾസ് ആയിരിക്കും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബ്ലോക്കാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പ്രീവിയസ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്തരം അവസരങ്ങളിൽ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ആർഗ്യുമെൻറ്റ്സ് ത്രോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ട്രൈ ബ്ലോക്കിൽ നിന്ന് ത്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഓരോ തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആർഗ്യുമെൻറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ക്യാച്ച് ബ്ലോക്കുകൾ നമുക്ക് ആ ട്രൈ ബ്ലോക്കിന് ശേഷം ഡിഫൈൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഏതവസരങ്ങളിലാണോ നമ്മുടെ ത്രോ ചെയ്യുന്ന എക്സെപ്ഷൻ ഒബ്ജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ വേരിയബിളിൻ്റെയോ ടൈപ്പും നമ്മുടെ ക്യാച്ച് ബ്ലോക്കിൽ കൊടുത്തു വച്ചിരിക്കുന്ന വേരിയബിളിൻ്റെ ടൈപ്പും സമാനമായിട്ട് വരുന്നത്, ആ ഒരു ക്യാച്ച് ബ്ലോക്ക് ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഏകദേശം നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നതിന് സമാനമായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സിൻറ്റാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രൈ ബ്ലോക്ക് ഉണ്ട്. അവിടെ ട്രൈ ബ്ലോക്കിൽ നിന്നായിരിക്കും നിങ്ങൾ ത്രോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആർഗ്യുമെൻറ്റ് ത്രോ ചെയ്യുന്നത്. ഇവിടെ അതിനുശേഷം 3 അല്ലെങ്കിൽ കൂടുതൽ ക്യാച്ച് ബ്ലോക്കുകൾ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ ക്യാച്ച് ടൈപ്പ് 1 ആർഗ്യുമെൻ്റ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് ടൈപ്പ് 2, അങ്ങനെ n ടൈപ്പ് ഓഫ് ആർഗ്യുമെൻ്റ് ഉള്ള ഡിഫറെൻ്റ് ക്യാച്ച് ബ്ലോക്കുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ത്രോ ചെയ്യുന്ന ആ ഒബ്ജക്റ്റിൻ്റെ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ വേരിയബിളിൻ്റെ ടൈപ്പ് ഇതിലെ ഏത് ക്യാച്ച് ബ്ലോക്കുമായിട്ടാണോ മാച്ചായി വരുന്നത് ആ ക്യാച്ച് ബ്ലോക്ക് ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ എഴുതി കാണിച്ച് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫങ്ഷനായിട്ടാണ് ഇത് കൊടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ട്രൈ ബ്ലോക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ത്രോ എക്സ് ചെയ്യുന്നു. ഇനി എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഒരു ക്യാരക്ടർ ടൈപ്പ് വാല്യൂ ത്രോ ചെയ്യുന്നു. ഇനി അതല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ ഒരു റിയൽ ടൈപ്പ് വാല്യൂ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് വാല്യൂ ചെയ്യുന്നു. ഇതിനെ 3നെയും ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ 3 ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആർഗ്യുമെൻറ്റ് ക്യാരക്ടറാണ്. രണ്ടാമത്തെ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആർഗ്യുമെൻറ്റ് ഇൻറ്റിജറാണ്. മൂന്നാമത്തെ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആർഗ്യുമെൻറ്റ് ഡബിൾ ടൈപ്പ് വാല്യൂ അല്ലെങ്കിൽ റിയൽ ടൈപ്പ് വാല്യൂ ആണ്. അപ്പോൾ ഇനി അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ കാണിക്കാനായിട്ട് ഒരു മെയിൻ പ്രോഗ്രാം ഇവിടെ കാണിക്കുകയാണ്. ആദ്യമായി ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഒരു ഇൻറ്റിജർ വാല്യൂ ഉപയോഗിച്ചിട്ട്, പിന്നെ ഒരു 0 വാല്യൂ ഉപയോഗിച്ചിട്ട്, പിന്നെ അതിനുശേഷം ഒരു നെഗറ്റീവ് വാല്യൂ ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. ഈ 3 സന്ദർഭങ്ങളിലും 3 തരത്തിലുള്ള ത്രോ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ 3 തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സിനെ ത്രോ ചെയ്യുന്ന തരത്തിലുള്ള ത്രോ സ്റ്റേറ്റ്മെൻറ്റുകൾ വർക്ക് ചെയ്യുന്നു. ആ 3 കേസിലും 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാച്ച് ബ്ലോക്കുകളായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രോഗ്രാമിൽ ആവശ്യാനുസരണം നമുക്ക് ക്യാച്ച് ബ്ലോക്കുകൾ എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന മറ്റൊരു തരത്തിലുള്ള ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാച്ച് ഓൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന എക്സെപ്ഷൻ ഉണ്ടാക്കുന്ന എല്ലാ കണ്ടീഷൻസും ചിലപ്പോൾ നമുക്ക് സ്പെസിഫൈ ചെയ്ത് എടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ ഈക്വലൻ്റ് ആയിട്ടുള്ള ക്യാച്ച് ബ്ലോക്കുകൾ എഴുതി വെക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാച്ച് ഓൾ. ഏത് തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് വന്നാലും ആ ആർഗ്യുമെൻറ്റ്സിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ആർഗ്യുമെൻറ്റ്സിന് പകരം നിങ്ങൾ നോക്കുക, അവിടെ ബ്രാക്കറ്റിനുള്ളിൽ 3 ഡോട്ടുകളായിരിക്കും ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻറ്റിജർ ആർഗ്യുമെൻ്റ് ആയാലും ക്യാരക്ടർ ആർഗ്യുമെൻ്റ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ഏത് തരത്തിലുള്ള എക്സെപ്ഷൻ ഒബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാലും ഈ തരത്തിൽ എഴുതി വച്ചിരിക്കുന്ന ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ വർക്ക് ചെയ്യും അല്ലെങ്കിൽ ക്യാച്ച് ഓൾ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ഇത് നമുക്ക് മറ്റുള്ള ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റുകളുടെ കൂടെ വേണമെങ്കിലും നമുക്ക് ക്യാച്ച് ഓൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കാം. പക്ഷേ സാധാരണയായിട്ട് ഈ ക്യാച്ച് ഓൾ സ്റ്റേറ്റ്മെൻറ്റുകൾ മറ്റുള്ള ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ശേഷം അല്ലെങ്കിൽ അവസാനത്തെ ഒരു ക്യാച്ച് ബ്ലോക്കായിട്ടായിരിക്കും
ഈ ക്യാച്ച് ഓൾ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും നമ്മൾ പ്രോഗ്രാമിൽ എഴുതുന്നത്. ഇതിൻ്റെ ക്യാച്ച് ഓൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. നേരത്തെ ഞാൻ വിവരിച്ച അതേ പ്രോഗ്രാം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ക്യാച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നേരത്തെ 3 ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചെങ്കിൽ ഇവിടെ നമ്മൾ ക്യാച്ച് ഓൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ത്രോ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ ഇൻറ്റിജർ ആയാലും അല്ലെങ്കിൽ ക്യാരക്ടർ ആയാലും അല്ലെങ്കിൽ ഡബിൾ ടൈപ്പ് വാല്യൂ ആയാലും ഏത് തരത്തിലുള്ള വാല്യൂ ആണെന്നുള്ളത് ഇവിടെ നമ്മുടെ ഈ ക്യാച്ച് ചെക്ക് ചെയ്യുന്നില്ല. എല്ലാ എക്സെപ്ഷൻസിനെയും അത് അക്സെപ്റ്റ് ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ളൊരു മെസ്സേജ് അതിൻ്റെ ബോഡിക്കുള്ളിൽ പ്രിൻ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഇനി റീത്രോയിങ് എക്സെപ്ഷൻസ് ആണ്. അതായത് നിങ്ങൾക്ക് നെക്സ്റ്റഡ് ലൂപ്സിനെ കുറിച്ച് അറിയാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റഡ് ട്രൈ ബ്ലോക്കുകൾ എഴുതാൻ പറ്റും. ഒരു ട്രൈ ബ്ലോക്കിനുള്ളിൽ മറ്റൊരു ട്രൈ ബ്ലോക്ക് വേണമെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഡിഫറൻറ്റ് ഇന്നർ ട്രൈകളും ഔട്ടർ ട്രൈകളും ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ബ്ലോക്കിൽ നിന്ന് കൺട്രോളിനെ അതിന് ഔട്ടർ സൈഡിലേക്കുള്ള മറ്റൊരു ബ്ലോക്കിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റീത്രോ എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ അത്തരം സ്റ്റേറ്റ്മെൻറ്റിൽ വെറുതെ ത്രോ ഒരു സെമിക്കോളനായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ റീത്രോ നമുക്ക് സാധാരണയായിട്ട് മൾട്ടി ലെവലായിട്ട് നമ്മൾ ട്രൈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ആണ് നമുക്ക് ഇതിൻ്റെ ഉപയോഗം വരുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതി കാണിക്കുകയാണ്. ഇവിടെയും ഒരു ഫങ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സബ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫങ്ഷൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് എഴുതിയിരിക്കുകയാണ്. ഇവിടെ ജെയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ത്രോ ജെ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഐയുടെ വാല്യൂ നിന്ന് ജെയുടെ വാല്യൂ കുറച്ചിട്ട് ഒരു വാല്യൂ ഇവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നു. ഇനി ത്രോ ചെയ്യുന്ന എക്സെപ്ഷൻ രണ്ടും ഇൻറ്റിജർ വാല്യൂ ആണ്. ഐയും ജെയും ഇൻറ്റിജർ വാല്യൂ ആണ്. ആ ഇൻറ്റിജർ വാല്യൂ ആയതുകൊണ്ട് ഇവിടെയുള്ള ഒരു ക്യാച്ച് ബ്ലോക്ക് വർക്ക് ചെയ്യും. ക്യാച്ച് ബ്ലോക്കിൻ്റെ ബോഡിയിൽ നിങ്ങൾ നോക്കുക, വീണ്ടും ഒരു ത്രോ സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫങ്ഷനാണ്. അപ്പോൾ ഫങ്ഷനെ എവിടെ നിന്നാണോ കോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊരു മെയിൻ പ്രോഗ്രാമിൽ നിന്നാകാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെയിൻ ഫങ്ഷനിൽ നിന്നാകാം ഇതിനെ കോൾ ചെയ്ത്. അപ്പോൾ കൺട്രോൾ നേരിട്ട് ഇവിടെ റീത്രോ സ്റ്റേറ്റ്മെൻറ്റ് ത്രോ വെറുതെ സെമിക്കോളൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അത് വീണ്ടും അതിൻ്റെ ഔട്ടർ ട്രൈ ബ്ലോക്കിലേക്ക് കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യും. നമുക്ക് അതിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ട്. ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ട്. ആ മെയിൻ പ്രോഗ്രാമിലും നമ്മളൊരു ട്രൈ ബ്ലോക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് സബ് എന്ന് പറയുന്ന ഈ ഫങ്ഷനെ വിളിക്കുന്ന സമയത്ത് കൺട്രോൾ നേരിട്ട് ഫങ്ഷനിലേക്ക് പോവുകയും ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് നമ്മൾ ത്രോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ എക്സെപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് തിരികെ അത് മെയിൻ പ്രോഗ്രാമിലുള്ള ട്രൈയിലേക്ക് തന്നെ വരികയും ഇവിടെയുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാച്ച് ബ്ലോക്ക്, അതായത് ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഇൻറ്റിജർ അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാച്ച് ബ്ലോക്ക് അത് വർക്ക് ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ വേയിൽ നമുക്ക്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രൈ ബ്ലോക്കുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ റീത്രോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് വെറുതെ നമ്മൾ ആ ഇന്നറായിട്ടുള്ള ബ്ലോക്കുകളിൽ ത്രോ സെമിക്കോളൻ എന്നായിരിക്കും എഴുതുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൽ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ രജി ഓൺലൈൻ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.